ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ മൾട്ടിമീഡിയ ഓഫ് സയൻസ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. നമ്മൾ മുന്നേ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 വീഡിയോ കഴിഞ്ഞു. ഇത് നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ്. സോ 2 വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A bullet of mass 0.04 kilogram moving with speed of 90 meter per second enters a heavy wooden block and it is stopped after a distance of 60 centimeter. What is the average resistive force exerted by the block on the bullet? എന്താണ് ക്വസ്റ്റ്യൻ പറയണേന്ന് നോക്കാം. ഒരു ബുള്ളറ്റ് ഒരു ബുള്ളറ്റ് എന്ത് ചെയ്യാണ്, അതിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. 0.04 കിലോഗ്രാം മാസുള്ള ഒരു ബുള്ളറ്റ് എന്ത് ചെയ്യുന്നു, എൻറ്റേഴ്സ് എ ഹെവി വുഡൻ ബ്ലോക്ക്, ഒരു വലിയ ഒരു വുഡൻ ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യാണ്. ആൻഡ് ഈ സ്റ്റോപ്ഡ് ആഫ്റ്റർ എ ഡിസ്റ്റൻസ് ഓഫ് 60 സെൻറ്റിമീറ്റർ. ഈ ഒരു വുഡൻ ബ്ലോക്കിൽ 60 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യുന്നു. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. സോ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും, വി എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും, ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. ഒരു ബുള്ളറ്റ് വന്ന് ആ വുഡൻ ബ്ലോക്കിൻ്റെ മുകളിൽ വന്ന് തട്ടി കുത്തി കയറുന്നു. എത്ര ദൂരം, 60 സെൻറ്റിമീറ്റർ വരെ അതിൽ നീങ്ങുന്നു. അതിനുശേഷം അത് നിൽക്കുന്നു. സോ അതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആവുന്നു. ദെൻ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, യു എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 90 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബ്ലോക്ക് ഓൺ ദ ബുള്ളറ്റ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ആ ബുള്ളറ്റ് വന്ന് പതിക്കുമ്പോൾ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഈ ബ്ലോക്ക് ബുള്ളറ്റിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് റിട്ടാർഡിങ് ഫോഴ്സ്. ആ റിട്ടാർഡിങ് ഫോഴ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. എന്തൊക്കെയാണ്, മാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്ര വെലോസിറ്റിയിലാണ് വരണേന്ന് തന്നിട്ടുണ്ട്, അതിനുശേഷം ആ ബ്ലോക്കിൽ എത്ര ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ഫൈനൽ വെലോസിറ്റി 0 ആണ് എന്ന് നമുക്ക് എഴുതാനായിട്ടുള്ള കാരണം എന്താണ്, അത് നിൽക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 60 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് സെൻറ്റിമീറ്ററിൽ ചെയ്യാൻ പറ്റുമോ, ഇല്ല. നമ്മളെല്ലാം ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം മീറ്ററിലാണ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 60 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. സോ 60 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. 60 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരിക, ഓക്കെ. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്, 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. സോ ഇത് എത്ര മീറ്റർ ആണെന്നാണ് നമുക്ക് അറിയേണ്ടത്, 60 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് 0.6 മീറ്റർ എന്ന് പറയുന്നതാണ് 60 സെൻറ്റിമീറ്റർ. ഓക്കെ, സിമ്പിളായിട്ട് ഇങ്ങനെ ഈ ഒരു കൺവേർഷനുകളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ വലുത് എന്ന് നോക്കുക. അപ്പോൾ എന്താണ്, മീറ്റർ ആണ് വലുത് അല്ലേ. സോ നമുക്ക് വലുതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതായത് ഏതാണോ, ഇപ്പോൾ 100 ആണ്, ഇപ്പോൾ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ. ഇപ്പോൾ ഇവിടെ എത്രയായിരുന്നു, 60 സെൻറ്റിമീറ്റർ ആയിരുന്നു. നമുക്ക് എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ മീറ്ററിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, വലുതാക്കണം. സോ വലുതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. സോ ഡിവൈഡഡ് ബൈ 100, ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 0.6 മീറ്റർ. മനസ്സിലായോ, ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മൾ ആദ്യം നോക്കുക, മീറ്റർ ടു സെൻറ്റിമീറ്റർ ആണോ സെൻറ്റിമീറ്റർ ടു മീറ്റർ ആണോ നോക്കുക. സെൻറ്റിമീറ്റർ ടു മീറ്റർ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ വലുതാക്കണം എന്നാണ് അല്ലേ. മീറ്ററിലേക്ക് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ വാല്യൂ ആണ് വലുത്. സോ അതുകൊണ്ട് വലുതാക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനെ നേരെ കൺവേർട്ടിങ്, അപ്പോൾ 0.46 മീറ്റർ ആണ്. ഇതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ നോക്കുക, മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ മീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ വലുത്,
സെൻറ്റിമീറ്റർ ചെറുതും മീറ്റർ വലുതുമാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ചെറുതാക്കുകയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? വലുതാക്കുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യണം, ചെറുതാക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 100. സോ എത്ര വരും? 46 സെൻറ്റിമീറ്റർ എന്ന് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ആ ഒരു കൺവേർഷൻ. ഈ കൺവേർഷൻ ചിലപ്പോൾ ചിലർക്കെല്ലാം ഡൗട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കൺവേർഷൻ ഇങ്ങനൊരു സ്റ്റെപ്പിലൂടെ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ 60 സെൻറ്റിമീറ്ററിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞു വന്നത്. ഓക്കെ, സോ 60 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0.6 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള കൈനമാറ്റിക്സിലെ ഇക്വേഷൻസ് ഒന്ന് കടന്നു പോകാം. ഓക്കെ, നമ്മൾ 3 ഇക്വേഷൻസ് ആയിരുന്നു കൈനമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. P is equal to U plus AT, V square minus U square is equal to 2AS, S is equal to UT plus half AT square. So ആ ഇക്വേഷനിൽ V square minus U square is equal to 2AS എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ നോക്കുക. V square, V നമുക്കറിയാം, U നമുക്കറിയാം, 2 ഇൻറ്റു A നമുക്കറിയില്ല, പക്ഷേ എസ് എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു അതാണ് എസ്, അതും നമുക്കറിയാം. സോ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിന്ന് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ നമ്മൾ അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ടേം മാത്രം നമുക്ക് കിട്ടാനുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് അറിയാമെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. പോരാത്തതിന് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ ആ ആക്സിലറേഷനാണ് നമുക്ക് ഇവിടുന്ന് കിട്ടാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? സോ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2AS നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 സ്ക്വയർ മൈനസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 90 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു എസ്. എത്ര ഡിസ്റ്റൻസ് ആണ് അത് ട്രാവൽ ചെയ്യുന്നത്? 60 സെൻറ്റിമീറ്റർ. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.6 മീറ്റർ. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ -8100 is equal to 1.2a. So a is equal to minus 8100 divided by 1.2, which is equal to answer minus 6750 meter per second square എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ കാൽക്കുലേഷൻ. -8100 ഡിവൈഡഡ് ബൈ 1.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? സോ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് നമുക്കറിയില്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.04 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു ആക്സിലറേഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -6750 വിച്ച് ഈസ് ഈക്വൽ ടു -270 ന്യൂട്ടൺ എന്ന് വരും. -270 ന്യൂട്ടൺ. ഇതാണ് ഇക്വേഷൻ, ഇതാണ് ആൻസർ. സോ -270 ന്യൂട്ടൺ എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ലേ? നമ്മളോട് എന്ത് ചോദിച്ചു? മാസ്, സ്പീഡ് ഒക്കെ തന്നിട്ട് നമ്മളോട് ഫോഴ്സ് ചോദിച്ചു. നമ്മൾ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അതിൽ നമുക്ക് ആക്സിലറേഷൻ അറിയില്ല, മാസ് നമുക്കറിയാം. സോ ആക്സിലറേഷൻ അറിയാത്തത് കൊണ്ട് നമ്മൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2AS ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. അത് ഇവിടെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റിട്ടാർഡിങ് ഫോഴ്സ് നമുക്ക് കിട്ടി അല്ലേ? അവിടെ റിട്ടാർഡിങ് ഫോഴ്സ് ആണ് അല്ലേ? ഇത് അതിനെ റെസിസ്റ്റ് ചെയ്യാണ്. ബുള്ളറ്റ് വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്നാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ വന്നത്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ആക്സിലറേഷൻ അല്ല വന്നത്, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതായത് അതൊരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു റിട്ടാർഡിങ് ഫോഴ്സ് ആണ് എന്നാണ് അവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. The motion of the particle of mass m is described by y is equal to ut plus half gt square. Find the force acting on the particle. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ മോഷനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത്. അതിലെ ഫോഴ്സാണ് നമുക്ക് ആ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് വേണ്ടത് എന്താണ്? ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. സോ നമുക്ക് എന്ത് വേണം? ആക്സിലറേഷൻ വേണം അല്ലേ? പക്ഷേ ഇതിൽ നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടുണ്ടോ?
ഇല്ല. അപ്പോൾ ആക്സിലറേഷൻ തന്നിട്ടില്ല, പകരം y എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ് അല്ലേ. സോ y എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് ut പ്ലസ് ഹാഫ് GT² ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുന്നവരാണ് അല്ലേ, +1 തന്നെയാണ് ഡെറിവേഷനൊക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം y എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലേ, അതിന് നമ്മൾ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരിക? വെലോസിറ്റി വരിക. വെലോസിറ്റിയെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ആക്സിലറേഷൻ വരും. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, v ഈസ് ഈക്വൽ ടു dx/dt ആണ്, a ഈസ് ഈക്വൽ ടു dv/dt ആണ് അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ്. അത്രേ ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് എന്താ കാണേണ്ടത്? ഫോഴ്സ് ആണ് കാണേണ്ടത്. ആദ്യം നമുക്ക് എന്താണ് കാണേണ്ടത്? ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് എക്സിലറേഷൻ ഇല്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ആളെ നമുക്ക് ഇതുവഴി കണ്ടുപിടിക്കണം. അപ്പോൾ y ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് GT² എന്ന് എഴുതി. ദെൻ നോക്കൂ, y ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് GT². വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? അപ്പോൾ dy/dt ആണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. സോ നമുക്ക് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാം. d/dt ഓഫ് yക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ut പ്ലസ് ഹാഫ് GT² എന്നുള്ളത് അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഡെറിവേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഡെറിവേഷൻ ചെയ്യുക? ആദ്യത്തെ ടേമിന് കൊടുക്കുക അല്ലേ. സോ d/dt ഓഫ് ut അതല്ലേ ഫസ്റ്റ് എടുക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്കിതിനെ. d/dt ഓഫ് ഹാഫ് GT². രണ്ട് ടേമിന് നമ്മൾ ഡെറിവേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു ആദ്യം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ u എന്ന് പറയുന്നത് എന്താണ്? ടൈമിലല്ല, ഇത് t. അപ്പോൾ എന്ത് വരും? d/dt വരുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും, കോൺസ്റ്റൻറ്റ് 1 ആയിട്ട് വരും അല്ലേ. പക്ഷേ ഇത് u എന്ന് പറയുന്നത് പുറത്തേക്ക് എടുക്കേണ്ടി വരും അല്ലേ. യുവിൽ നമുക്ക് അതിനെ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് u എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു. പിന്നുള്ളത് dt/dt ആണ്, അതെന്ത് വരും? 1 എന്ന് വരും. പ്ലസ് ഇവിടെ ഹാഫ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, g ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് ഹാഫ് g എന്നുള്ളതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ d/dt ഓഫ് t². മനസ്സിലായി വിചാരിക്കുന്നു എങ്ങനെ എടുത്തതെന്ന്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നേരെ എഴുതാമേ. സോ u എന്ന് പറയുന്നത് അതേപോലെ വരും, dt/dt എന്ത് വരും? 1 എന്ന് വരും. അപ്പോൾ നമ്മൾ എഴുതുന്നില്ല. പ്ലസ് ഹാഫ് g d/dt ഓഫ് t². അത് നമ്മൾ അറിഞ്ഞിരിക്കണം. t² ഡെറിവേറ്റീവ് എന്താണ്? t² ഡെറിവേറ്റീവ് എന്താണ്? നോക്കൂ, d/dt ഓഫ് x⁻n ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് nx⁻n−1 ആണ്. nx⁻n−1 ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ്. ഡെറിവേഷൻ പഠിക്കുന്നിടത്ത് d/dt ഓഫ് x⁻n എന്ന് പറയുന്നത് nx⁻n−1 ആണ്. അതിന്ന് എവിടെ അപ്ലൈ ചെയ്യാം? ഇപ്പോൾ ഇതെന്താ? x⁻n എന്നുള്ള രീതിയിലല്ലേ കിടക്കുന്നത്, t⁻². അപ്പോൾ 2 × t⁻n−1, അപ്പോൾ 2 - 1 അല്ലേ. അപ്പോൾ u പ്ലസ് ഹാഫ് g ഇൻറ്റു 2 × t⁻2 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ എന്ത് കിട്ടി? u പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് പോയി, gt u പ്ലസ് gt. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള വെലോസിറ്റി. ക്ലിയർ ആയോ? സോ വെലോസിറ്റി നമുക്ക് കിട്ടി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എത്രയാണ്? u പ്ലസ് gt എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടത്? ആക്സിലറേഷൻ. ആക്സിലറേഷനിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? v ഈസ് ഈക്വൽ ടു u പ്ലസ് gt എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻ്റെ ഡെറിവേറ്റീവ് dv/dt അല്ലേ. dv/dt ആണ് ആക്സിലറേഷൻ നമുക്കറിയാം. സോ നമ്മൾ ഇതിനെ ഒന്നും കൂടി എന്ത് ചെയ്യണം? ഡെറിവേറ്റ് ചെയ്യണം. സോ d/dt ഓഫ് v എന്നുള്ളത് എന്താണ്? u പ്ലസ് gt. അത് നമുക്ക് കിട്ടി. ഇനി ഇതിനെ ഡെറിവേറ്റ് ചെയ്യാം. എളുപ്പമല്ലേ? ഇതിനെന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. നമ്മൾ നേരത്തെ ഇതേപോലെ പ്ലസ് സൈഡിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേഷൻ കൊടുത്തു. അതേപോലെ തന്നെ അപ്പോൾ du/dt പ്ലസ് d/dt ഓഫ് gt. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തത് du/dt എന്ന് പറയുമ്പോൾ നമ്മൾ
ഡി യു ബൈ ഡി ടി. ഇപ്പോൾ നോക്കൂ, എ ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി പ്ലസ് ജി ഇൻറ്റു ഡി ടി ബൈ ഡി ടി. അതായത് ഇതെന്ത് വരും? ഇത് 1 വരും. ഇവിടെ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ആണ് വന്നത്. കോൺസ്റ്റൻ്റ്, അതായത് യു എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പം നേരത്തെ കേസിൽ ഡി ബൈ ഡി ടി ഓഫ് യു ടി എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡി ബൈ ഡി ടി ഓഫ് യു ടി എന്ന് പറയുമ്പോൾ അവിടെ 2 ടേം ഉണ്ട്. ഒന്ന് നമ്മൾ എന്തിലാണോ ഡെറിവേറ്റ് ചെയ്യുന്നത് അതേ ടേമും ഉണ്ട്, പിന്നെ വേറൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? യുവിനെ പുറത്തേക്ക് എടുത്ത് ഡി ടി ബൈ ഡി ടി ചെയ്തു. അവിടുത്തെ കേസിൽ യു എന്ത് ചെയ്യുന്നില്ല, ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല, യു അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നോക്കൂ, ഇവിടുത്തെ കേസിൽ നോക്കൂ, ഡി ബൈ ഡി ടി ഓഫ് യു എന്നാണ്. സോ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്, വേറെ ടേം ഒന്നുമില്ല. സോ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ്സ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കൂടി മനസ്സിലാക്കണം. അത് ഈ ഫിസിക്സിലും വരുന്നുണ്ട്, മാത്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റിനും തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് ഇങ്ങനൊരു കാര്യം വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡി യു ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് 0 ആയി. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ്സ് ഈക്വൽ ടു 0 ആയി. പ്ലസ് ജി ഇൻറ്റു 1, അതായത് എ ഈസ് ഈക്വൽ ടു ജി എന്ന് കിട്ടി. അപ്പോൾ എ എന്ന് പറയുന്നത് ജി, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്ന ആൾ, ആക്സിലറേഷൻ നമുക്ക് കിട്ടി, അത് ജി ആണെന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ജി എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് നമുക്ക് കിട്ടി. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A batsman hits back the ball straight in direction of bowler without changing its initial speed of 12 meter per second. If mass of the ball is 0.15 kg, determine the impulse imparted to the ball. ഓക്കെ, സോ ഇത് നമ്മൾ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഇമ്പൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് നോക്കാം എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ഇമ്പൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ അനുസരിച്ച് പറഞ്ഞു. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് നമ്മൾ പറഞ്ഞു, അല്ലേ? ചേഞ്ച് ഇൻ മൊമെൻറ്റം. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഇനി നമുക്ക് എന്നിട്ട് അറിയേണ്ടത് എന്താണ്? മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ നമുക്ക് മാസ് തന്നിട്ടുണ്ട്, അല്ലേ? വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദേ ഈ വരുന്ന ബോള് ഇങ്ങോട്ടേക്കുള്ള മൊമെൻറ്റം പി ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് അതിൻ്റെ പി മൈനസ് പി ആണ്. ഇത് നമ്മൾ ഇമ്പൾസ് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, റിവേഴ്സിങ് ദ മൊമെൻറ്റം. ഓക്കെ, അതുകൊണ്ട് മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റം അപ്പോൾ എന്ത് വരും? മാസ് ഇൻറ്റു വെലോസിറ്റി 0.15 ഇൻറ്റു 12 മൈനസ് എന്ത് വരും? അതേ മാസം വെലോസിറ്റി തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ചെയ്യുന്നു. സോ നെഗറ്റീവ് സൈൻ വരും. മൈനസ് 0.15 ഇൻറ്റു 12. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 3.6 ന്യൂട്ടൺ സെക്കൻഡ് എന്നാണ് വരിക. ഓക്കെ.